നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുകയും ഭക്തരോടും ക്ഷേത്രത്തോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുമാണ് നമ്മളിപ്പോൾ ഈ കുമാരപുരം ക്ഷേത്രത്തിൽ ഇവിടെ കണ്ടത്. ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുടെ അവരുടെ ഒത്താശയോട് കൂടിയിട്ട് പോലീസ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെറും ചോറ്റുവട്ടാളമായി മാറി. മതപാഠശാലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നിടത്തേക്ക് ചവിട്ടിക്കയറി അവരെ വിവസ്ത്രരാക്കി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മലമുകൾ വിഷയം തൊട്ട് ഇതുവരെ എത്തിച്ചതിന് ഇവിടുത്തെ SHOക്ക് കൃത്യമായ പങ്കുണ്ട്. പോലീസ് നായ ധാരാളം ഉണ്ട് എന്നുള്ളതറിയാം, പക്ഷെ പോലീസിൽ നായ്ക്കളുണ്ട് എന്നുള്ളത് ഇന്നലത്തെ ആ കടിയും മാന്തലും ഒക്കെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും TT എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നെട്ടയത്തുള്ള മലമുകളിൽ BJP CPM സംഘർഷം ഉണ്ടായത്. ഇതിനെ തുടർന്ന് BJP പ്രവർത്തകനായ ബിനുവിനെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇടപ്പഴഞ്ഞിയിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഹിന്ദു മതപാഠശാല. ഇവിടെ നിന്നാണ് ബിനു എന്ന BJP പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ക്ഷേത്രത്തിനോട് തൊട്ടടുത്തായി ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരത്തല്ല ഈ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പഠനശാലയിലാണ്, ഹിന്ദു പഠനശാലയിലാണ് ഇത്തരത്തിൽ പോലീസ് അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ ബിനുവിനെയും മറ്റ് BJP പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. ഈ ഒരു വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പോലീസ് ഉൾപ്പെട്ട സംഘം ഇത്തരത്തിൽ ബിനുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ക്ഷേത്രത്തിലെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് നോട്ടീസോ മറ്റു മുന്നറിയിപ്പോ ഒന്നും തന്നെ നൽകാതെയാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ, അതായത് ഹിന്ദു പാഠശാലയിൽ എത്തിച്ചേർന്ന് ഇത്തരത്തിൽ പോലീസ് അതിക്രമിച്ചുകൊണ്ട്, ഞാനത് വരയിട്ട് പറയുകയാണ്, അതിക്രമിച്ചു കയറിക്കൊണ്ട് അതിക്രൂരമായി ഇവരെ മർദ്ദിച്ചതിന് ശേഷം ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രവണത ഉണ്ടായത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊക്കെ ഏറ്റവും നന്നായി അറിയേണ്ടത് ഇവിടുത്തെ നിയമപാലകർക്കാണ്. അപ്പോൾ ആ നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുകയും ഭക്തരോടും ക്ഷേത്രത്തോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തതുമാണ് നമ്മളിപ്പോൾ ഈ കുമാരപുരം ക്ഷേത്രത്തിൽ ഇവിടെ കണ്ടത്. ഇവിടെ എവിടെയോ നടന്ന ഒരു ഇഷ്യൂ, ആ ഒരു വിഷയം എന്തിനാണ് ഇവിടെ പോലീസ്? നാട്ടിൽ ക്രമസമാധാനം പാലിക്കാനാണ്. മറ്റൊരിടത്തൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ആളുകളാണ് പോലീസ്. നേരെ മറിച്ച് ഇവിടെ ചെയ്തത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുടെ അവരുടെ ഒത്താശയോട് കൂടിയിട്ട് പോലീസ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വെറും ചോറ്റുവട്ടാളമായി മാറി. ഈ ക്ഷേത്രത്തിൽ നിന്ന് എന്താണോ അവർക്ക് എന്താണോ പരാതി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വിഷയം എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുമായി സംസാരിക്കാമായിരുന്നു ഏതെങ്കിലും തരത്തിൽ. ഇതൊന്നും ചെയ്യാതെ ഒരു യുദ്ധകാല അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി അവിടെ ആകെ ചവിട്ടിപ്പൊളിച്ച് വളരെ മോശമായിട്ട് ഇവിടെ മതപാഠശാല നടക്കുന്നതിനെ തന്നെ നമുക്കറിയാം, നിലവിലെ കേരള സർക്കാരിന് മതപാഠശാല എന്ന് പറഞ്ഞാൽ അലർജി ഉണ്ടാകാം. അപ്പോൾ ആ മതപാഠശാലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നിടത്തേക്ക് ചവിട്ടിക്കയറി അവരെ വിവസ്ത്രരാക്കി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. മലമുകളിലൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും രമ്യമായി പരിഹരിക്കേണ്ടത് പോലീസാണ്. അത് രമ്യമായി പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു വിഭാഗത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്നു. മലമുകളിലെ വിഷയം നമുക്ക് കൂടുതൽ വീക്ഷിച്ചാൽ അതിന് രാഷ്ട്രീയമായ തലങ്ങൾ ഉണ്ടാക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം ചില സംഘടനകൾ അവിടെ പ്രവർത്തിക്കരുത് എന്ന് ആർക്കൊക്കെയോ കാര്യമുണ്ട്. അതിൻ്റെ തുടക്കം വളരെ കൃത്യമായി ഒരു സ്ത്രീ അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ, അവരോട് നഗ്നതാ പ്രദർശനം കാട്ടി എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷ നിയമങ്ങൾ നിലനിൽക്കുന്ന ഈ നാട്ടിൽ അതിനെപ്പറ്റിയല്ലേ അന്വേഷിക്കേണ്ടത്? ആ വ്യക്തിയല്ലേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനല്ലേ പരിഹാരം കണ്ടത്. മറിച്ച് ഇവിടെ ചെയ്തത് ആ പരാതിപ്പെട്ട വനിതയുടെ അവരുടെ ഭർത്താവിനെ വരെ ആക്രമിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അപ്പോൾ സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത്? ആ വിഷയം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ഓരോ ചെറിയ വിഷയവും നാട് കത്തുന്ന വിധത്തിലേക്ക് വളരാതെ നോക്കേണ്ടത് പോലീസിൻ്റെ കടമയാണ്. അത്തരത്തിൽ വളർത്തിയില്ല എന്ന് മാത്രമല്ല, ഒരു വിഭാഗത്തെ ചവിട്ടി അരയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ചെയ്തത് എല്ലാ ഭക്തരെയും, കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദേവസേനാപതിയാണ്, സുബ്രഹ്മണ്യസ്വാമി ദേവസേനാപതിയാണ്, എല്ലാ അധർമ്മത്തിനെതിരെയും ഒന്നിച്ച് ദേവഗണങ്ങളെ പോലും ഒരുമിപ്പിക്കുന്ന ശക്തിയാണ്. ഈ ക്ഷേത്രത്തിനെതിരെ ഇത്തരത്തിൽ നടന്നതിൽ ഭക്തർക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട്, സങ്കടമുണ്ട്. അതിനൊക്കെ അപ്പുറമാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്. പിന്നലെ നമ്മൾ കണ്ടു വനിതാ പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതച്ചു. ഞാൻ അവരെ ഹോസ്പിറ്റലിൽ പോയി കണ്ടതാണ്. മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായി ഒരു അജണ്ട അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം നൗഫൽ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ
വളരെ കൃത്യമായി ഇതിങ്ങനെ ഒരു അക്രമത്തിലേക്ക് നീങ്ങണം എന്ന നിലയിൽ തിരക്കഥ അനുസരിച്ച് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് സ്ത്രീകൾ നടത്തുന്ന പരിപാടിക്ക് സ്ത്രീകളെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലൈംഗിക ചേഷ്ടകൾ വരെ കാണിച്ചു എന്നുള്ളത് ഇദ്ദേഹം ഒരു പോലീസുകാരനാണ്. ഇദ്ദേഹത്തിനൊക്കെ അതിൽ തുടരാനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അർഹതയുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥ നടത്തിയതും ആ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. ആ സ്ത്രീകളെ വളരെ മൃഗീയമായിട്ടാണ് ചതിച്ചിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, സാധാരണയാണ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. പക്ഷേ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും ആരോടാണ്? നാട്ടിലെ പൗരന്മാരോടാണ് പ്രയോഗിക്കുന്നത്. ഒരു സ്റ്റേറ്റാണ് ഇത് ചെയ്യുന്നത്. ആ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ചില മര്യാദകളിൽ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് ജലപീരങ്കി ഉപയോഗിക്കാറുണ്ടോ? ജനങ്ങളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലല്ലോ ജലപീരങ്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെവിയുടെ എല്ല് പൊട്ടിയിട്ടും കഴുത്തിൻ്റെ എല്ല് ഇതായിട്ടും ധാരാളം അമ്മമാർ കിടക്കുന്നു. എല്ലാം ഈ ജലപീരങ്കി അതിൻ്റെ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ആരാണ് നിശ്ചയിച്ചത്? എത്ര ഫോഴ്സ് വരെ ആകാം? മാത്രമല്ല, കേരളം മുഴുവൻ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒരു അസ്വസ്ഥത പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡ്രെയിനേജിലെ വാട്ടർ പോലീസ് തന്നെ ഇത്തരത്തിൽ ചെവിയിലേക്ക് അടിച്ച് കയറ്റാൻ പാടും. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട വിഷയമാണിത്. അവർക്ക് ജലപീരങ്കി ഉപയോഗിക്കാം. അതിനകത്ത് ഇങ്ങനൊരു വിഷയം നിൽക്കുമ്പോൾ, മസ്തിഷ്ക ജ്വരം നിൽക്കുമ്പോൾ കുളത്തിൽ ഇറങ്ങരുത്, കുളിക്കരുത്, നീന്തരുത് എന്നുവരെ ഭരണകൂടവും ആരോഗ്യ വകുപ്പും നമുക്ക് നിർദ്ദേശം തരുമ്പോൾ ഈ ഡ്രെയിനേജിലെ വാട്ടർ ഇത്ര ഫോഴ്സിൽ ചെവിയിലേക്ക് ഇറക്കാൻ, ചെവിയിലൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷനൊക്കെ കയറുന്ന സ്ഥലം. അപ്പോൾ അത്തരത്തിൽ അടിച്ച് കയറ്റുമ്പോൾ അത് ഇവരെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആ വിഷയത്തിൽ കേസെടുക്കേണ്ടതാണ്. മലമുകൾ വിഷയം തൊട്ട് ഇതുവരെ എത്തിച്ചതിൽ ഇവിടുത്തെ SHOയ്ക്ക് കൃത്യമായ പങ്കുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം വന്ന ആ മഹാൻ ഇവിടെ എത്തിയതിനു ശേഷം 3 പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ജനങ്ങളോട് ചേർന്നാണ് അദ്ദേഹം നിൽക്കുന്നത്, എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒരു 3 പോലീസ് സ്റ്റേഷൻ മാർച്ച്, സാധാരണ പോലീസുകാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഒഴിവാക്കാനും കാരണം അവരുടെ ഇതിലൊരു നെഗറ്റീവായിട്ടാണ് അവർ കാണുക. 3 പോലീസ് സ്റ്റേഷൻ മാർച്ച് 1.5 മാസത്തിനുള്ളിൽ തട്ടിക്കൂട്ടിയെടുത്തു എന്നുള്ളത് ചില്ലറയാളല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ആ ഉദ്യോഗസ്ഥന് രാഷ്ട്രീയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് യൂണിഫോം അഴിച്ചു വെക്കാം, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം, കൊടി പിടിക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ഞാനും നിങ്ങളും ബഹുമാനിക്കുന്ന ഒരു യൂണിഫോം, ഇവിടുത്തെ സാധാരണക്കാരൻ നികുതി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്ന അതെടുത്തുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ സർവീസിൽ തുടരാൻ അനുവദിക്കരുത്. ഇത്രയും ഈ കാര്യങ്ങൾ വഷളാക്കിയത്, ക്ഷേത്രത്തെ അപമാനിച്ചത്, ഭക്തരെ വേദനിപ്പിച്ചത്, തല്ലി ചതച്ചത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ SHO കൃത്യമായി കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ അമ്മമാരെ തല്ലി ചതയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എന്ന് എത്തിച്ച നൗഫൽ എന്ന പോലീസുകാരൻ പോലീസ് സേനയ്ക്ക് നാണക്കേടാണ്, പോലീസ് സേനയ്ക്ക് അപമാനമാണ്. ഇത്തരത്തിൽ ലൈംഗികമായ ഏതെങ്കിലും തരത്തിൽ സ്ത്രീപീഡനം നടന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം കണ്ടതാണ് പോലീസ്. ആ പോലീസുകാരൻ ലൈംഗികമായ ചേഷ്ട അമ്മമാരോട് കാണിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ അതേ വകുപ്പിട്ടിട്ട് തന്നെ സ്ത്രീ പീഡന കുറ്റം ചുമത്തി തന്നെ ആ നൗഫൽ എന്ന പോലീസുകാരനെതിരെ കേസെടുക്കണം. അദ്ദേഹമാണ് ഇന്നലത്തെ സ്ഥിതിഗതികൾ ഇത്രയും വഷളാക്കിയത്. മാത്രമല്ല, അമ്മമാർ കൃത്യമായി പറഞ്ഞു, ഞങ്ങളെ വനിതാ പോലീസുകാർ മാത്രമല്ല ആക്രമിച്ചിരിക്കുന്നത്, ഞങ്ങളെ ആക്രമിച്ചതിൽ പുരുഷ പോലീസുകാരുണ്ട്. അത് ഏത് നിയമം അനുസരിച്ചിട്ട്? ഹെൽമെറ്റ് വെച്ചടിച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ കേട്ടുകഴിവില്ല, മാന്തുകയും കടിക്കുകയൊക്കെ ചെയ്തിരിക്കുക പോലീസുകാർ. ഒട്ടുമിക്ക ആളുകൾക്കും കടിച്ചിട്ട് പരിക്കുണ്ട്. ഇവരെന്താ, നമുക്ക് പോലീസുകാർക്ക് അല്ലെ പോലീസ് നായയുണ്ട് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പോലീസിൽ നായ്ക്കളുണ്ട് എന്നുള്ളത് ആദ്യമാണ് മനസ്സിലാക്കണം. പോലീസ് നായ ധാരാളം ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷെ പോലീസിൽ നായ്ക്കളുണ്ട് എന്നുള്ളത് ഇന്നലത്തെ ആ കടിയും മാന്തലൊക്കെ കണ്ടപ്പോഴാണ് എല്ലാവർക്കും TT എടുക്കേണ്ടി വന്നിരിക്കുന്നത്. അവിടെ ആശുപത്രിയിൽ കിടക്കുന്നതോ അഡ്മിറ്റ് ചെയ്യാത്തതോ ആയ ആ മുതൽ പങ്കെടുത്ത ധാരാളം അമ്മമാർക്ക് നല്ല TT എടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. എല്ലാവരുടെ മേലും നഖം കൊണ്ടിട്ടും പല്ലു കൊണ്ടിട്ടും ഒക്കെ പോറിയ പാടുകളുണ്ട്. നമ്മൾ എവിടെ ജീവിക്കണം? ഇതാണോ പരിഷ്കൃതമെന്നും പ്രബുദ്ധമെന്നും പറയുന്ന കേരളം? ഇതാണ് നമ്മൾ 2026 എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നത്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായി മലമുകൾ വിഷയത്തിന് പരിഹാരം കാണണമെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിണിയാളായി മാറാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന പോലീസുകാർ ഇവിടെ ചുമതലയിലെത്തണം. ആ വിഷയം അവസാനിപ്പിക്കണം. തല്ലി ഒതുക്കാനാണ് ഭാവമെങ്കിൽ, സംശയിക്കേണ്ട, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തല്ലി ഒതുക്കാനാണ് ഭാവമെങ്കിൽ ഇതുപോലുള്ള നിരവധി അധ്യായങ്ങൾ കടന്നാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തല്ലി ഒതുക്കാനാണ് ഭാവമെങ്കിൽ അതിനെ ആ തരത്തിൽ തന്നെ തിരിച്ചു കാണേണ്ടി വരും. അതല്ല, ന്യായത്തോടുകൂടി ഈ വിഷയം പരിഹരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഏതറ്റം വരെയും ആ പരിഹാരത്തിൻ്റെ ഭാഗത്ത് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. മറിച്ച് അഹങ്കാരത്തോടുകൂടി തല്ലി ഒതുക്കാൻ വന്നാൽ കാര്യങ്ങൾ ഇവിടെ നിൽക്കില്ല. ഇനി ഇത് വഷളായാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വെറും ഒരു ബൂത്ത് കമ്മിറ്റി പോലെ പ്രവർത്തിക്കുന്ന പോലീസാണ് ഇനി ഈ പ്രശ്നം വഷളായാൽ അതിൻ്റെ ഉത്തരവാദികൾ. അതുകൊണ്ട് വഷളാകാതെ നോക്കുമെന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. വഷളാക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ
പിന്നെ ഒരു പക്ഷേ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് പോകും. എന്തായാലും പോലീസ് നിയമം കയ്യിലെടുത്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ പ്രവർത്തകരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഹിന്ദു ഐക്യവേദിയും BJPയും എല്ലാം തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ഇതിലടക്കം വനിതാ BJP പ്രവർത്തകരെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു പോലീസിൻ്റെ ക്ഷേത്രത്തിൽ കയറിയുള്ള ഈ ഒരു അതിക്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഹിന്ദു ഐക്യവേദിയും നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.